നേതാക്കന്മാർ നല്ലവർ വരുമ്പം ജനം അവരെ അംഗീകരിക്കും. അതേത് നേതാവാണെങ്കിലും അവരുടെ ഓരോ വാക്കുകളും ജനം എടുത്ത് ആഘോഷിക്കും. ഇപ്പം ബി ജെ പിയുടെ ഒരു MP പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു വാദപ്രതിവാദം നടത്തുകയുണ്ടായി. മൊബൈൽ കമ്പനികൾ ഒരു മാസമെന്നും പറഞ്ഞുകൊണ്ട് റീചാർജ് ചെയ്യിപ്പിച്ചിട്ട്, അതായത് ഒരു മാസമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 30 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് റീചാർജ് ചെയ്യിപ്പിച്ചിട്ട് 28 ദിവസമേ അതിന് കാലാവധി കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കണം ഇത് സത്യാവസ്ഥ. ഒരിക്കലും ഒരു കുത്തക മുതലാളിമാരെ, അല്ലെങ്കിൽ ഒരു കുത്തക മുതലാളിയെ, ഈ ജിയോ പോലുള്ളൊരു കുത്തക മുതലാളിയെ നമുക്കൊരിക്കലും നേരിടാൻ ഒക്കത്തില്ല. ജനങ്ങൾക്ക് നേരിടാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ ഒരു MP വിചാരിച്ചാൽ അതിന് നേരിടാൻ ഒക്കത്തില്ല. ഈ 28 എന്നുള്ളത് 30 ദിവസം ആക്കും. സംഭവം സത്യം തന്നെ, ആക്കാൻ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്കിയെന്ന് പറഞ്ഞിട്ടും ലാഭം ജനങ്ങൾക്ക് കിട്ടത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ 28 ദിവസത്തേക്ക് 275 രൂപയാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ 25 രൂപ കൂടെ മാസം കൂട്ടി എത്ര ആക്കും? 300 രൂപയാക്കും. അതായത് 2 ദിവസത്തേക്ക് 25 രൂപ കൂട്ടും. അപ്പം ഒരു മാസം വരുമ്പം 300 രൂപ അടയ്ക്കേണ്ടി വരും. 275 രൂപ അടയ്ക്കേണ്ടടുത്ത് അത് 10 മാസം തന്നെ ആകുമ്പോഴത്തേക്ക് ഒരു റീചാർജിൻ്റെ പൈസ 300 രൂപ അവർക്ക് കിട്ടിക്കഴിഞ്ഞു ലാഭം. 275 പ്ലസ് 25 കൂടെ കിട്ടിക്കഴിഞ്ഞാലാവും. അങ്ങനെ വിവിധ തരത്തിൽ കുത്തക കമ്പനികൾക്ക് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ലാഭം അവർക്ക് നേടിയെടുക്കാൻ പറ്റും. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, കുത്തക മുതലാളിമാരുടെ ആവശ്യമെന്ന് വെച്ചാൽ അവരുടെ ലാഭം അവർ നേടിയെടുക്കുക എന്നുള്ളത്. ഇതിനെതിരെ യഥാർത്ഥത്തിൽ ചെയ്യാം. ജനങ്ങൾക്ക് നന്മ കിട്ടുന്ന രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, രാജ്യത്ത് BSNL ഉണ്ടല്ലോ, പൊതുമേഖലാ സ്ഥാപനം. BSNLന് 5G സ്പീഡ് കൊടുക്കുക, BSNLന് കൂടുതൽ ടവറുകൾ വെക്കുക, അല്ലെങ്കിൽ കൂടുതൽ സംവിധാനം ഒരുക്കി BSNLന് കുറഞ്ഞ നിരക്കിൽ റീചാർജ് ഓപ്ഷൻ കൊടുക്കുന്ന സംവിധാനം കൊണ്ടുവരണം. അതിൻ്റെ സ്പീഡ് കൂട്ടണം. ഇതുവരെ കൂടിയിട്ടില്ല. ഇപ്പോഴും BSNLൻ്റെ പല സ്ഥലത്തും 3G പോലും ആയിട്ടില്ല, 3G സ്പീഡ് പോലും ആയിട്ടില്ല. അതൊക്കെ മാറ്റി കൂടുതൽ ഡേറ്റയൊക്കെ കൊടുക്കണം. ഇപ്പം തന്നെ ജിയോ ഒക്കെ ചെയ്യുന്ന വലിയ കാര്യമാണ്. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ 5G ഒക്കെ എന്ന് പറഞ്ഞാൽ എത്ര 50 GB വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഈ റീചാർജ് 28 ദിവസത്തെ റീചാർജ് അവർ 5Gക്ക് ഇപ്പോൾ കാശ് മേടിക്കുന്നില്ല. പണ്ട് അവർ 3G ആണെന്ന് തോന്നുന്നു ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. 3G അല്ല 4G. പിന്നെ അത് മാറി 4Gക്ക് റേറ്റ് വന്നു. ഇപ്പോൾ അവർ 5G ഫ്രീ ആയിട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിനും റേറ്റ് വരും. അപ്പോൾ ഒരു MPക്ക് എങ്ങനെ ചെയ്യാം? പൊതുമേഖലാ സ്ഥാപനത്തെ അതിനെ ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാം, അതിനുവേണ്ടി വാദിക്കാം, അതിന് കൂടുതൽ കരുത്തുറ്റ വികസന മാർഗങ്ങളിലേക്ക് വഴിതെളിക്കുന്ന രീതിയിൽ സംസാരിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. അത് നമ്മൾ ചെയ്യുന്നില്ല. എന്താ ചെയ്യാത്തത്? MP ചെയ്യുന്നില്ല, ഭരിക്കുന്ന ഗവൺമെൻറ്റുകളും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ, അതിൽ നിന്ന് ലാഭവരുമാനം ഉണ്ടാകത്തില്ല. കുത്തക മുതലാളിമാർക്ക് സ്പെക്ട്രം, അതായത് 2G 3G 4G 5G ഒക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടത്തില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നത്തെ അല്ലയോ ഒരു MP ആയാലും ഒരു മന്ത്രി ആയാലും ഒരു സർക്കാരായാലും പ്രൊമോട്ട് ചെയ്യേണ്ടത്. 28 ദിവസം എന്നുള്ളത് 30 ദിവസം BSNL ആക്കിയിട്ട് 5G സ്പീഡിൽ BSNL എല്ലാവർക്കും ലഭ്യമാക്കുക. അതില്ലയോ ഒരു ഉത്തമമായ ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിൻ്റെ അണികളായ, അല്ലെങ്കിൽ പ്രതിപക്ഷമായിക്കോട്ടെ, ജനപ്രതിനിധികളും ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? നല്ല തീരുമാനം തന്നെ നിലവിൽ ഇപ്പോൾ ഉള്ളതിൽ നല്ല തീരുമാനം തന്നെയാണ് 28 എന്നുള്ളത് 30 ദിവസം ആക്കുന്നത്. പക്ഷേ കുത്തക മുതലാളിമാർക്ക് നടക്കത്തില്ല. അവർ റേറ്റ് കൂട്ടും. 2 ദിവസത്തേക്ക് അവർ 20 രൂപ 25 രൂപ മേടിക്കും. അപ്പോൾ 13 വട്ടം ചെയ്യുന്ന പൈസ 12 വട്ടം കൊണ്ട് കമ്പനി നേടിയെടുക്കും. അതതിൻ്റെ മറ്റൊരു വശം.